2025 ഈ അധ്യയന വർഷം നമ്മൾ ഏത് മേഖലയൊക്കെയാണ് നമ്മൾ താല്പര്യമുള്ളതനുസരിച്ച് നമ്മൾ വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട സമയമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി തയ്യാറാകേണ്ടത് മെയ് 4 എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എക്സാമിന് ബാധിക്കില്ല. എല്ലാവർക്കും ഏറ്റവും സമാധാനത്തോടെ നമുക്ക് എക്സാം എഴുതാം. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളെന്ന് ആകരുത്. നമ്മൾ റെഗുലറായിട്ട് മെയിലും ജൂണിലും ഒക്കെ നമ്മൾ സൈറ്റ് ചെക്ക് ചെയ്യുകയും നമുക്ക് അർഹതയുള്ളതെല്ലാം നമ്മുടെ പോർട്ടലിൽ അനുവദിച്ച് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അപ്പോൾ അത് കേരളയുടെ ഒരു പ്രത്യേകതയാണ്. നീറ്റിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ കേരളയുടെ സൈറ്റിൽ അതിനൊരു മാക്സിമം ഒരു 5 ദിവസമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബോധമായിരിക്കണം. മുൻ വർഷങ്ങളിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമുക്ക് IISc ബാംഗ്ലൂരിൽ പ്രവേശനം കിട്ടുമെങ്കിൽ ഈ വർഷം IISc ബാംഗ്ലൂരിൽ നീറ്റ് ഒഴിവാക്കി. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് IISc ബാംഗ്ലൂരിലെ 4 ഇയർ BS പ്രോഗ്രാമിന് താല്പര്യമുണ്ടെങ്കിൽ അവർ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതണം. അതിൻ്റെ ആപ്ലിക്കേഷൻ നാളെ തുടങ്ങുകയാണ്. 81 ചാപ്റ്ററുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചാപ്റ്ററിന് നമുക്ക് പ്രാധാന്യം കൂടുതലുമില്ല, പ്രാധാന്യം കുറവുമില്ല. ഏത് ചാപ്റ്ററുകളിൽ നിന്ന് വേണമെങ്കിലും ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. നമ്മുടെ പഠിത്തത്തിനെ പരിശീലനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ലെവലിലോട്ട് മാറ്റുകയും കൂടെ ചെയ്യേണ്ടതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും മെയ് 4 തയ്യാറാക്കുക? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അത് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. നമ്മളായിരിക്കണം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് നമുക്ക് മനസ്സിലിട്ടത് കറക്റ്റ് ആക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവൊക്കെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യണം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 136ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ, കഴിഞ്ഞ വാരം നമ്മൾ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് നമ്മുടെ ഒരു കറക്ഷൻ, നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതായിരുന്നു. ഇതായിപ്പോൾ ആപ്ലിക്കേഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനിയും കുറേ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇനിയുള്ള വാരങ്ങളിൽ നീറ്റ് 2025 ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കൾക്കും ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണോ സാർ? ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതിൽ ആദ്യ ഘട്ടം ഏറ്റവും വിജയകരമായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിച്ചു. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ച് ഒരു എക്സാം ഫിയർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്ത എല്ലാവർക്കും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതിനകത്ത് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഡേറ്റയോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും വെരിഫൈ ചെയ്യുന്നില്ല. ഇനി അടുത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എക്സാം എഴുതിക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് പ്രാധാന്യം? മെയ് 4 എക്സാമിനാണ് ഇനി പ്രാധാന്യം. നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്തതെന്നൊക്കെയുള്ളതിനൊക്കെ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മെയ് 4 നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ആ ഒരു ദിവസത്തിനെ നമുക്കൊന്ന് ഓർത്തെടുത്താൽ നമുക്കറിയാം, നമ്മുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് ഡ്രസ് കോഡിനനുസരിച്ച് നമ്മൾ പരീക്ഷ എഴുതണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയ് 1 മുതലാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വരുന്നത്. അഡ്മിറ്റ് കാർഡ് വിവിധ പേജുകൾ കാണും. അതിനകത്ത് ആദ്യത്തെ 2 പേജാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? 2 ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോട്ടോ അത് സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ 2 ഫോട്ടോ, ഒന്ന് പാസ്പോർട്ട് സൈസും ഒന്ന് പോസ്റ്റ് കാർഡ് സൈസും. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തു വെക്കണം. എന്താണോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ തന്നെ പ്രിൻ്റ് ഔട്ട് ഫോട്ടോഗ്രാഫ് എടുത്തു വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് നമുക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്ത് നമ്മുടെ പേരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആകെ വെരിഫൈ ചെയ്യുന്നത് കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോഗ്രാഫുമാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഫോട്ടോഗ്രാഫ് പുതിയതുള്ള പേര് അപ്ലൈ ചെയ്ത പോലെ പേരുള്ള ഒരു ID പ്രൂഫ്, അത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിനൊക്കെ അപ്പുറത്ത് എന്താണ് നമ്മളുടെ പേര് കറക്റ്റായിട്ടുള്ളൊരു ID പ്രൂഫ്? ആധാറാണ്. 99% പേരുടെ കയ്യിലും ആധാറുണ്ട്. ആധാറിലെ ഫോട്ടോ പുതിയതാണെങ്കിൽ ആധാറിലെ പോലെ തന്നെയാണ് പേര് ഓൺലൈൻ അപ്ലൈ ചെയ്തതെങ്കിൽ ആധാർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ ആധാർ അക്നോളജ്മെൻറ്റ് ഫോം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്ത ആധാർ എൻറോൾമെൻറ്റ് ഫോം, +2 ഹോൾ ടിക്കറ്റ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പുതിയ ഫോട്ടോ ഉള്ള അപ്ലൈ ചെയ്ത പോലത്തെ പേരുള്ള ഏത് ID ആയിട്ടാണ് നമുക്ക് അന്ന് പോകാൻ സാധിക്കുന്നത്. ഇനി പേരിന് വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 1 and same സർട്ടിഫിക്കറ്റ്. ഇനി ഇൻ കേസ് ചിലർക്ക് ഈ ID ഒന്നും കാണില്ല, പേര് എൻ്റർ ചെയ്തപ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പേര് പോലുള്ള ഒരു ID നമ്മുടെ ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 1 and same സർട്ടിഫിക്കറ്റ്, എന്നിട്ട് ആധാർ അല്ലെങ്കിൽ +2 ഹോൾ ടിക്കറ്റ് ഏതാണോ നമ്മുടെ ഉള്ളത് അതും. ഇത്രയേ ഉള്ളൂ. പരീക്ഷ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കുക. യാതൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. ഫോട്ടോഗ്രാഫും വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID യുമാണ് നമുക്ക് അന്ന് കൊണ്ടുപോകാനായിട്ടുള്ളത്. പേനയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്.
ഇനി നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? നമുക്കറിയാം എക്സാം സെൻറ്ററിൽ നമ്മൾ ചോയ്സ് വെച്ചതിൽ ഒന്നാമത്തെ എക്സാം സിറ്റിയാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 11:30 അത് ഓപ്പൺ ചെയ്യും. 1:30 മുമ്പായിട്ട് നമ്മൾ അകത്ത് കയറണം. 2 മണി മുതലാണ് എക്സാം എഴുതേണ്ടത്. അപ്പം നമുക്ക് ഈ എക്സാം സെൻറ്റർ നമുക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ നാട്ടിലായിരിക്കാം വെച്ചിരിക്കുന്നത്. അപ്പം എന്നാണ് നമ്മൾ എക്സാം സെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് ബിർലിനിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം സെൻറ്റർ ബിർലിന് അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേരൻസ് വന്ന് അത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യുക. ഒപ്പം ഡ്രസ് കോഡ് നമുക്കറിയാം, മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും നമ്മുടെ ശരീരത്തിലുണ്ടാവാൻ പാടില്ല. ഈവൻ ബെൽറ്റാവാം, ഹുക്കുകളാവാം, മാലയാവാം, കമ്മലാവാം, മുക്കുത്തി ആവാം, എന്തെങ്കിലും നമ്മളുടെ വലിയ ബട്ടൺസൊക്കെയുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി വളരെ നീറ്റായിട്ട് പോയി എക്സാം എഴുതാനുള്ള ഒരു ഡ്രസ് കോഡ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ ഡ്രസ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാകും. ഇപ്പോൾ സാറിന് നമുക്കറിയാം നീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നീറ്റിൻ്റെ ഡ്രസ്സ് ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ള ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബില്ലിൻ്റെ വീഡിയോ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും ഏത് ടൈപ്പൊക്കെ ഡ്രസ്സാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. ഫുൾ സ്ലീവ് ഒന്നും പറ്റില്ല. അപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഉള്ള ഡ്രസ് കോഡുകളുടെ അതിൻ്റെ വീഡിയോ ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നോർമൽ ഒരു ഡ്രസ്സ്, ഒരു ഷർട്ടും ഒരു പാൻറ്റും അല്ലെങ്കിൽ ഒരു ചുരിദാറും ഒക്കെ ഇട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാം. അത് പ്രിൻ്റഡ് ആയിട്ട് അക്ഷരങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ചെറിയ ലേബലുകളൊന്നും അല്ല, വലിയതായിട്ടൊക്കെ പ്രിൻ്റ് ചെയ്യുകയല്ലേ, അങ്ങനെയുള്ള പ്രിൻ്റഡ് ഇതൊക്കെ ഒഴിവാക്കുക. മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇന്നർ ഡ്രസ്സ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് വസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ മെറ്റൽ പീസുകൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ നമുക്കറിയാം, നമുക്ക് അവസാന ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ചരടുകളൊക്കെ അമ്പലത്തിൽ നിന്നും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചരടുകൾ അല്ലെങ്കിൽ തകിടുകൾ അല്ലെങ്കിൽ നമ്മൾ മാലകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സാധാരണ നമുക്ക് എക്സാമിൻ്റെ ഒരു ഫിഗറിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഫിഗർ ഒഴിവാക്കാനൊക്കെ നമ്മൾ ചെയ്തേക്കാം. പക്ഷേ അതൊന്നും നമുക്ക് എക്സാം ഹാളിൽ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് ശ്രദ്ധിക്കുക. ഈ അവസാന നിമിഷം നമുക്കത് അഴിച്ചൊക്കെ മാറ്റേണ്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര തിരിച്ചൊരു സങ്കടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എക്സാമിൻ്റെ ഡ്രസ്സ് എന്തായിരിക്കണം, ഒന്നാമത്തെ എക്സാം സിറ്റിയിൽ എത്തേണ്ടത്, നമ്മുടെ യാത്ര സമയമൊക്കെ നോക്കിയിട്ട് 11:00 ചെല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുക. ഫോട്ടോഗ്രാഫൊക്കെ റെഡിയാക്കുക. ഏതാണ് ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതെന്നുള്ള റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ഇനി തയ്യാറാകേണ്ടത് മെയ് 4 എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിനോടൊപ്പം ഇപ്പം നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് തിരുത്താം. ഇപ്പം NTA സംബന്ധിച്ചോളം അവർക്ക് പരീക്ഷ നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ കറക്റ്റ് ആവണം. അപ്പോൾ എന്തൊക്കെയാണോ NTA പ്രാധാന്യമുള്ളത് അത് തിരുത്താനായിട്ട് അവസരം തന്നിട്ടുണ്ട്. 9, 10, 11 തീയതികളിലാണ് കറക്ഷൻ ഡേറ്റ്. കാൻഡിഡേറ്റിൻ്റെ പേര് സ്വാഭാവികമായിട്ടും തിരുത്താനാവില്ല. പക്ഷേ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് തിരുത്താം, അവരുടെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റി തിരുത്താം, എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാം, കാറ്റഗറി എഡിറ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയ ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 4-5 കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരും കയറി നോക്കണ്ട. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കയറി കറക്റ്റ് ചെയ്യുക. അതല്ലാത്തൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിലോ അക്കാഡമിക് ഡീറ്റെയിൽസൊക്കെ അത് പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് തിരുത്താത്തത്. ഇമേജുകളിൽ സിഗ്നേച്ചർ മാത്രമേ തിരുത്താൻ പറ്റുകയുള്ളൂ. ഫോട്ടോയോ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ ആധാറോ 10th ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനാവില്ല. കാരണം അതൊന്നും പ്രാധാന്യമില്ല. കാരണം അതൊക്കെ അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും മാറ്റാനുള്ള സമയം തരികയും ചെയ്യും. പക്ഷേ സിഗ്നേച്ചർ ചിലർക്കെങ്കിലും തിരിഞ്ഞു പോയി അല്ലെങ്കിൽ വലിപ്പക്കുറവാണെന്നൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അത് തിരുത്താം, വേണമെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ അതും അതിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ സിഗ്നേച്ചർ മാത്രമേ തിരുത്താനായിട്ടാവുകയുള്ളൂ. ഇനി ആധാർ നമുക്ക് പുതിയതാവാം, അല്ലെങ്കിൽ ID പ്രൂഫ് നമുക്ക് മാറാം, അതൊന്നും എക്സാമിനെ നമ്മൾ ബാധിക്കില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എക്സാമിന് ബാധിക്കില്ല. എല്ലാവർക്കും ഏറ്റവും സമാധാനത്തോടെ നമുക്ക് എക്സാം എഴുതാം. ആ എക്സാം ഹാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗ്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എടുത്തത്, അല്ലെങ്കിൽ കണ്ണാടിയിലില്ലാത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്തു. നമുക്ക് പരീക്ഷാ ഹാളിൽ കണ്ണാടിയുണ്ട്, അല്ലെങ്കിൽ കണ്ണാടിയിൽ ഇനി മെറ്റൽ പീസുകളുണ്ട്, അതൊന്നും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. മെറ്റൽ ഫ്രെയിമുള്ള കണ്ണാടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി പല്ലിന് കമ്പി ഇട്ടിരിക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അലോ ചെയ്യും. നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലോ ചെയ്യും. നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ 3 മണിക്കൂറോളം നമുക്ക് ചിലവഴിക്കുമ്പം വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കരുതാനായിട്ടോ ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി മെയ് 4 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട ഒരു 50-55 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് മാത്രം ഓർത്താൽ മതിയാകും. അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ 9, 10, 11 തീയതികളിൽ തിരുത്തുകയും ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കുകയും അത് തിരുത്താനായിട്ട് ആവശ്യത്തിന് സമയം പിന്നീട് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിലുള്ള കറക്ഷൻസൊക്കെ പിന്നീട് തരികയും ചെയ്യും.
സാർ ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കീമിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതെ അതെ, കേരള മെഡിക്കൽ കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാർ അതിൻ്റെ ഒരു മാക്സിമം ഡേറ്റ് പറഞ്ഞിരിക്കുന്ന 10-ാം തീയതി. അതെ, നാളെ വൈകുന്നേരം കൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് തീരും. അതെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് സാർ? ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൺഫർമേഷൻ പേജ് എടുക്കേണ്ടത് നാളെ വൈകുന്നേരം മാർച്ച് 10-ാം തീയതി വൈകുന്നേരമാണ്. ബന്ധപ്പെട്ട റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് 15-ാം തീയതി അവകാശമുണ്ട്. ഇനി നമുക്ക് ആ സമയത്തൊന്നും നമുക്ക് സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ, പേരിനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ അപാകതകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും അത് മാറ്റാനായിട്ട് ധാരാളം സമയങ്ങൾ ഏപ്രിൽ, മെയ് അവസാനം, ജൂണിലൊക്കെ നമുക്ക് സമയങ്ങൾ തരും. അപ്പോൾ കേരള ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. സബ്മിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം നാളെ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവരും എടുക്കാനായിട്ട് നിർബന്ധമായിട്ട് വിചാരിക്കണം. മാർച്ച് 10 ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം നമ്മൾ 4 കോഴ്സുകളാണ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബി.ഫാം, ആർക്കിടെക്ചർ, 4 കോഴ്സുകൾക്കാണ് ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനോട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത്. ഈ 4 കോഴ്സിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ഒരു ചെറിയ താല്പര്യമെങ്കിലും ഉണ്ട്, നമുക്ക് പ്രവേശനം നേടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 12-ാം തീയതി വരെ അതേ ആപ്ലിക്കേഷനിൽ തന്നെ കോഴ്സുകൾ ആഡ് ചെയ്യാം. നീറ്റ് എഴുതുന്നവർ ഒരുപക്ഷെ മെഡിക്കൽ ചെയ്യാൻ വിട്ടുപോയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് കൂടെ പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സുകൾ ആഡ് ചെയ്യാൻ അതേ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ ആഡ് ചെയ്യുകയും ബാക്കിയുള്ള പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് 12-ാം തീയതി വരെ സാവകാശമുണ്ട്. നമ്മൾ റെഗുലറായിട്ട് പിന്നീട് കേരളയുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം നിങ്ങളെല്ലാവരും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം യുവർ ആപ്ലിക്കേഷൻ അണ്ടർ സ്ക്രൂട്ടിനി. നമ്മൾ അപ്ലോഡ് ചെയ്ത ഓരോ കാര്യങ്ങളും എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയാണ്. അതനുസരിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി കൊടുത്തു, നോൺ ക്രിമിനൽ കൊടുത്തു, അല്ലെ EWS കൊടുത്തു, അല്ലെ SC ST എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് അനുവദിച്ച് കിട്ടുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ്. അത് മെയ് അവസാനമൊക്കെ കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം അനുവദിച്ച് കിട്ടിയോ, കേരളൈറ്റ് എന്ന് അനുവദിച്ച് കിട്ടിയോ, ഡേറ്റ് ഓഫ് ബർത്ത് അനുവദിച്ചോ, നോൺ ക്രിമിനലിയറിനനുസരിച്ച് നമ്മളുടെ കാസ്റ്റ് ഈഴവാന്നും മുസ്ലിംന്നും ഒക്കെ വന്നോ, OEC കാർഡ് OEC അനുവദിച്ച് കിട്ടിയോ, NRI സ്റ്റാറ്റസ് അനുവദിച്ച് കിട്ടിയോ, മൈനോറിറ്റി അനുവദിച്ച് കിട്ടിയോ, നമ്മുടെ 4 കോഴ്സുകളും ആപ്ലിക്കേഷനിൽ വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയ് അവസാനത്തോടുകൂടി കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ അണ്ടർ സ്ക്രൂട്ടിനിയാണ്. ഏതെങ്കിലും ഒരു അപാകതകളുണ്ടെങ്കിൽ അത് മെയ് മാസത്തിൽ, ജൂൺ മാസത്തിലൊക്കെ ആയിട്ട് നിങ്ങളെ അറിയിക്കുകയും മാറ്റാനുള്ള സാവകാശം തരികയും ചെയ്യും. പക്ഷേ ആ സമയം നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾക്ക് നോൺ ക്രിമിനൽ ഈഴവ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗമാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൻ്റെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ നോൺ ക്രിമിനൽ തഹസീൽദാരുടെ അപ്ലോഡ് ചെയ്തു. പക്ഷേ നമ്മൾ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം അയാൾ വിശ്വസിക്കുന്നത് നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തു എന്ന് വിശ്വസിച്ചിരിക്കും. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. മെയ് ഒരു അവസാനം ആകുമ്പോഴത്തേക്കും അവർ നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ നമുക്കൊരു മെമ്മോ തരും. താങ്കൾ നോൺ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് തെറ്റാണ്, ഇത് മാറ്റി തരണം. വിത്തിൻ 7 ഡേയ്സ് നിങ്ങൾ പുതിയ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഇൻറ്റിമേഷൻ വരും. അത് ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളെന്ന് ആകരുത്. നമ്മൾ റെഗുലറായിട്ട് മെയിലും ജൂണിലും ഒക്കെ നമ്മൾ സൈറ്റ് ചെക്ക് ചെയ്യുകയും നമുക്ക് അർഹതയുള്ളതെല്ലാം നമ്മുടെ പോർട്ടലിൽ അനുവദിച്ച് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അപ്പോൾ അത് കേരളയുടെ ഒരു പ്രത്യേകതയാണ്. കേരളയുടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നതിന് ശേഷം മെയ് അവസാനത്തോടുകൂടി വരുള്ളൂ. വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതെല്ലാം കാണാം. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കേരളൈറ്റ് എന്നുള്ളത് കാണാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, നമ്മളുടെ റിസർവേഷൻ EWS ആണെങ്കിൽ EWS എന്ന് കാണാം, ഈഴവയാണെങ്കിൽ ഈഴവാന്ന് കാണാം, മുസ്ലിമാണെങ്കിൽ മുസ്ലിം എന്ന് കാണാം, OEC ആണ് അങ്ങനെ കാണാം, NRI അങ്ങനെ എല്ലാം നമുക്ക് അനുവദിച്ച് കിടക്കുന്നത് കാണാം. എന്തെങ്കിലും ഒരു അപാകതകളുണ്ടെങ്കിൽ അതിന് നമുക്ക് മെമ്മോ അതിനകത്ത് തന്നെ ഉണ്ട്. മെമ്മോ അതിനകത്ത് തന്നെ, അല്ലാതെ നമുക്ക് ഇമെയിൽ വരുമോ SMS വരുമോ അല്ല ചെയ്യുന്നത്. ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് മെമ്മോ കാണുന്നത്. അത് അവസാനം മെയിൽ. എന്നിട്ട് ആ മെമ്മോയ്ക്ക് നമുക്ക് എന്താണ് അപാകത എന്ന് അവർ പറയും. അതനുസരിച്ച് നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം വീണ്ടും സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിനുശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 14-ാം തീയതിക്ക് ശേഷം നീറ്റിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ കേരളയുടെ സൈറ്റിൽ അതിനൊരു മാക്സിമം ഒരു 5 ദിവസമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബോധമായിരിക്കണം. നമ്മൾ മെഡിക്കലിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് കേരള മെഡിക്കൽ റാങ്കിൽ തയ്യാറാക്കാനായിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്. നീറ്റിൻ്റെ റിസൾട്ട് നമ്മൾ കേരളയുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ തന്നെ എടുത്ത് കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ജൂൺ 20 ആവും. അങ്ങനെ കേരള മെഡിക്കൽ റാങ്കിൽസ് തയ്യാറാക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇതെല്ലാം റെഗുലറായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജൂലൈയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് കടക്കുന്നത്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ
ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട് നമ്മൾ ഈ വർഷത്തെ ഏതാണ്ട് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ അറിയേണ്ട എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണെന്നും ഉള്ള കാര്യങ്ങളൊന്നും. തീർച്ചയായിട്ടും 2025 ഈ അധ്യയന വർഷം നമ്മൾ ഏത് മേഖലയൊക്കെയാണ് നമ്മൾ താല്പര്യമുള്ളതനുസരിച്ച് നമ്മൾ വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട സമയമാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് സെഷൻ നമ്മളറിയാം, കീം 2025 എഞ്ചിനീയറിങ്ങിനും ബിഫാമിനും കേരളത്തിൽ പരീക്ഷയുണ്ട്. അപ്പം മെഡിക്കലിനപ്പുറത്ത് നമുക്ക് ആ മേഖലയും കൂടെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യണം. കുസാറ്റ് എൻട്രൻസ് എക്സാം മെയ് 11, 12 തീയതികളിലാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ ഐസർ റിസർച്ച് മേഖലകൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ 7 ഐസർ സ്ഥാപനങ്ങളിലെയോ അല്ലെ ISC ബാംഗ്ലൂരിലോ നമുക്ക് പ്രവേശനം വേണമെങ്കിൽ മെയ് 25 ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതേണ്ടത്. ഈ വർഷം ഐസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മുൻ വർഷങ്ങളിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമുക്ക് ISC ബാംഗ്ലൂരിൽ പ്രവേശനം കിട്ടുമെങ്കിൽ ഈ വർഷം ISC ബാംഗ്ലൂരിൽ നീറ്റ് ഒഴിവാക്കി JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്കോ IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ISC ബാംഗ്ലൂരിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ISC ബാംഗ്ലൂരിലെ 4 ഇയർ BS പ്രോഗ്രാമിന് താല്പര്യമുണ്ടെങ്കിൽ അവർ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതണം. അതിൻ്റെ ആപ്ലിക്കേഷൻ നാളെ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നൈസർ ജൂൺ 22-ാം തീയതിയാണ് എക്സാം. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നൈസറിൻ്റേതായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 8 മുതൽ ജൂൺ 1 വരെയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഇപ്പം അഗ്രികൾച്ചർ കേരളത്തിന് പുറത്ത് ICARൻ്റെ യൂണിവേഴ്സിറ്റികളിൽ അഗ്രികൾച്ചറോ അനുബന്ധ കോഴ്സുകളോ ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സിലോ ഡിഗ്രി ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം ക്രോസ് ചെയ്തിട്ട് നമുക്ക് എക്കണോമിക്സോ BCom പോലെയുള്ളത് ചെയ്യണം. അല്ലെങ്കിൽ ലാംഗ്വേജോ ഫോറിൻ ലാംഗ്വേജോ പഠിക്കണം, ഇല്ലെ BTech പഠിക്കണം. ഒക്കെ നമുക്ക് BSc നഴ്സിംഗ് ഉണ്ട് CUET വഴി. അങ്ങനെ CUET വഴി നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് താല്പര്യമുണ്ടെങ്കിൽ അതിനിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് മാർച്ച് 23 വരെയാണ് CUETയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സാധ്യതകൾ വളരെ വലുതാണ്. അതനുസരിച്ച് നമ്മളുടെ ഒരു കുട്ടികളുടെ ഒരു പാഷൻ അനുസരിച്ച് വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ ചെയ്തിടണം. എയിംസ് BSc നഴ്സിംഗ് അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉടനെ തുടങ്ങും. ജൂൺ 1-ാം തീയതിയാണ് പരീക്ഷ. പിന്നെ നമുക്കറിയാം CMA ISI പോലെയുള്ള മാത്തമാറ്റിക്കൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ബില്ലിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ വരുന്നുണ്ട്. അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്യണം. 2025-26 ഈ അധ്യയന വർഷത്തിൽ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചേർക്കത്തക്ക രീതിയിൽ ഉള്ള ധാരാളം എൻട്രൻസുകൾ നടക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സർ, ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ പ്രവേശനം നീറ്റ് വഴിയും CUET വഴിയുമാണെന്ന്. അതെ, നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് കേരളത്തിലെ 4 കോളേജുകളിൽ നമുക്ക് അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടും. കേരളത്തിലെ 15%, കേരളത്തിന് പുറത്തുള്ള അഗ്രികൾച്ചറിൻ്റെ മുഴുവൻ സീറ്റുകളും CUET വെച്ചിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ പരീക്ഷ എഴുതിയാൽ കേരളത്തിന് പുറത്തുള്ള അഗ്രികൾച്ചർ നമുക്ക് പ്രവേശനം കിട്ടും. അങ്ങനെയെങ്കിൽ വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? വെറ്റിനറിക്ക് ഗവൺമെൻറ് മേഖലയിലാണ് പ്രവേശനം നേടേണ്ടതെങ്കിൽ നമുക്ക് നീറ്റ് മാത്രമേ ഒരു ആശ്രയമുള്ളൂ. കേരളത്തിലെ 2 കോളേജുകളുടെ വെറ്റിനറിയുടെ മുഴുവൻ സീറ്റുകളും കേരളത്തിന് പുറത്തുള്ള 50ഓളം ഗവൺമെൻറ് കോളേജുകളുടെ വെറ്റിനറിയുടെ 15% സീറ്റും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്. കേരളത്തിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടും നീറ്റ് വെച്ചിട്ടുള്ള കേരളത്തിന് പുറത്തുള്ള വെറ്റിനറിയിലെ എല്ലാം ഗവൺമെൻറ് സീറ്റുകൾ കഴിഞ്ഞ 570 മാർക്ക് വരെ 70,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ വെറ്റിനറിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രവേശനം കിട്ടിയതാണ്. അപ്പം അങ്ങനെ ഒരു വെറ്റിനറിക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നത് നീറ്റ് മാത്രം എഴുതിയാൽ മതി. നീറ്റിന് ശേഷം നമുക്ക് കേരള വഴിയും വെറ്റിനറി കൗൺസിലിംഗ് വഴിയും നമുക്ക് വെറ്റിനറിക്ക് പ്രവേശനം നേടാം. എന്നാൽ നമുക്കിനി അല്പം മാർക്ക് കുറവാണ്, എന്നാലും വെറ്റിനറിക്ക് പ്രവേശനം വേണമെങ്കിൽ സെൻറ്റാഗ് പോണ്ടിച്ചേരി, തമിഴ്നാട്, കർണാടകയിലൊക്കെ വെറ്റിനറി കോളേജുകൾ മാനേജ്മെൻറ്റ് ലെവലിലുണ്ട്. അതിന് നീറ്റൊന്നും വേണ്ട, +2 മാർക്ക് വെച്ചിട്ട് നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഫീസ് വളരെ കൂടുതലാവും. അങ്ങനെ വെറ്റിനറിക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ ഫീസ് എടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതാത് കോളേജുകളിൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുടെ സെൻറ്റാക്കിലൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ ഫീസ് വളരെ കൂടുതലുള്ള വെറ്റിനറിക്ക് പ്രവേശനം കിട്ടും. കേരളത്തിനെ പോലെ ഒരു മധ്യവർഗ സമൂഹത്തിന് ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് BSc നഴ്സിംഗ് പ്രോഗ്രാം. കാരണം ഇന്ന് നമുക്ക് ജോലി സെക്യൂറാണ്, അല്ലെ ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും നമുക്കൊരു മാറ്റത്തിനനുസരിച്ച് ഏറ്റവും സെക്യൂറായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് BSc നഴ്സിംഗ് തന്നെയാണ്. BSc നഴ്സിംഗ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ ഇനി എന്തായിരിക്കണം +2 ശേഷം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കാൻ കഴിയും. ഇപ്പം ബെർലിനിലൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് +1 +2 നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ +2 ശേഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സബ്ജക്റ്റ് പഠിക്കാൻ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BSc നഴ്സിംഗ് ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ അതിന് കേരളത്തിലാണ് പ്രവേശനം വേണ്ടതെങ്കിൽ കേരളത്തിൽ 7000-ഓളം BSc നഴ്സിംഗ് സീറ്റുകളാണുള്ളത്, ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും. ഇവിടെ പ്രത്യേകിച്ച് സാധാരണ എൻട്രൻസ് നടത്താറില്ല.
വേണമെന്നല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നീറ്റ് വേണമെന്നോ അല്ലെങ്കിൽ കേരളത്തിലോട്ടൊരു പരീക്ഷ വേണമെന്നോ ഒന്നും കേരളത്തിലെ കോളേജുകളിൽ പ്രത്യേകിച്ച് നിഷ്കർഷയില്ല. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പറയുന്നുണ്ട് ഒരു പ്രവേശന പരീക്ഷകളിൽ മാത്രമേ നഴ്സിംഗ് പ്രവേശനം പാടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളായിട്ട് നമ്മളതിന് എക്സെപ്ഷൻ നേടിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിലോ BSc നഴ്സിംഗിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഇല്ല. നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ +2 റിസൾട്ട് വരുന്ന സമയം എന്ന് വെച്ചാൽ മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ LBSൻ്റെ വെബ്സൈറ്റ് വഴി നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. BSc നഴ്സിംഗും ഏതാണ്ട് 11ഓളം പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ MLTയും ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും ഒപ്റ്റോമെട്രി പോലെയൊക്കെയുള്ള ഏതാണ്ട് 11 പ്രോഗ്രാമുകൾക്ക് LBSൻ്റെ സൈറ്റ് വഴി +2 മാർക്ക് വെച്ചിട്ട് കേരളത്തിൽ അപ്ലൈ ചെയ്താൽ പാരാമെഡിക്കലും BSc നഴ്സിംഗ് പ്രവേശനം കിട്ടും. തമിഴ്നാട്ടിലും നേരിട്ട് തന്നെ തമിഴ്നാട്ടിൻ്റെ കോളേജുകളിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. കർണാടകത്തിൽ നമുക്ക് ഏപ്രിൽ 16, 17 തീയതികളിൽ പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ആംഡ് ഫോഴ്സിൽ മിലിറ്ററി നഴ്സിംഗിന് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കാണ്. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 25 ജോയിൻ ഇന്ത്യൻ ആർമി .nic.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മിലിറ്ററി നഴ്സിങ്ങിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് പേര് കിട്ടും. പിന്നെ CMC വെല്ലൂർ പോലുള്ള സ്ഥാപനങ്ങളിൽ അവരുടെ സ്വന്തമായിട്ടുള്ള പരീക്ഷയുണ്ട്. CMC വെല്ലൂരിന് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള കോളേജുകളിലാണ്, മൗലാന പോലുള്ള കോളേജുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂലൈയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജിപ്മറിൽ BSc നഴ്സിംഗോ പാരാമെഡിക്കലോ പഠിക്കണമെങ്കിൽ അതിന് നീറ്റിൻ്റെ റാങ്ക് തന്നെയാണ്. പക്ഷേ ജിപ്മറിൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ജിപ്മറിൽ ആപ്ലിക്കേഷൻ വിളിക്കും. അത് MBBSനൊന്നും വേണ്ട, ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് MCC വഴി കിട്ടും. BSc നഴ്സിംഗും പാരാമെഡിക്കലിനുമാണ് ജിപ്മറിൽ പ്രത്യേകം അപ്ലൈ ചെയ്യണം. അതിന് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ജിപ്മറിലെ ഏതാണ്ട് 92ഓളം BSc നഴ്സിംഗിനും ബാക്കിയുള്ള പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കും പ്രവേശനം ലഭിക്കും. സർ, ഇപ്പോൾ നീറ്റ് 2025 വേണ്ടി തയ്യാറെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. മെയ് 4-നാണ് എക്സാം. വിദ്യാർത്ഥികൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശിവൻ സാറിന് എന്താണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അക്കാഡമിക്കിൽ ഇപ്പം +2 പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ, +2വിന് ശേഷം ആ ഒരു മെഡിക്കൽ ആസ്പിരൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസാന വട്ടത്തെ ഒരു ഒരുക്കം ഇനി ഒരു 50 ദിവസത്തോട് വേണം നമുക്ക് നീറ്റ് എക്സാമിനുള്ളത്. അപ്പം ഈ ഒരു തയ്യാറെടുപ്പ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്, കാരണം ഇനി നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് പരിശീലനത്തിലോട്ട് മാറ്റേണ്ടത്. മെയ് 4-ാം തീയതി ആ ഒരു ദിവസം എല്ലാ രീതിയിലും നമ്മളുടെ ആ ഒരു പാഷൻ അനുസരിച്ച് നമ്മളൊരു കഴിവിനനുസരിച്ചൊക്കെ എത്രത്തോളം നമ്മൾ ആ ഒരു ദിവസത്തെ പെർഫോമൻസിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ശരിക്കും നമ്മളൊന്ന് പാകമാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിനെ ഇനി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ 81 ചാപ്റ്ററുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചാപ്റ്ററിന് നമുക്ക് പ്രാധാന്യം കൂടുതലും ഇല്ല, പ്രാധാന്യം കുറവുമില്ല. ഏത് ചാപ്റ്ററുകളിൽ നിന്ന് വേണമെങ്കിലും ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. ഒരു ഈസി ടു മീഡിയം ലെവലുള്ള ഒരു മോഡറേറ്റ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം വരാനുള്ള സാധ്യത. ഒരു വളരെ ഡീപ്പായിട്ട് പോകുന്നതല്ല, വളരെ ഡെപ്ത് കുറഞ്ഞ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൊരു പ്രാക്ടീസ്, അത് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പോൾ 81 ചാപ്റ്ററുകളിനെയും നമ്മൾ എന്നും നമുക്ക് നമ്മുടെ മനസ്സിലിട്ട് നമുക്കതൊന്ന് ഒന്ന് ഉരുക്കിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ 81 ചാപ്റ്ററുകളും പഠിക്കുക എന്നുള്ളതല്ല, ഒരു ദിവസം നമുക്കൊരു 3 മോഡലുകളെങ്കിലും നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം, ഏറ്റവും കുറഞ്ഞത്. അതിൽ ഒന്ന് ബ്രില്യൻ്റ് മോഡൽ നടത്തുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് നമ്മൾ സമയത്തിനനുസരിച്ച് സമയം നോക്കി കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ മാർക്ക് എത്രയാണെന്ന് നോക്കി അതിനകത്ത് തെറ്റിപ്പോയത് ഏതൊക്കെയാണെന്നുള്ളത് ആ കിട്ടാത്തതൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. കാരണം അതിന് കൃത്യമായിട്ട് ടൈം ബൗണ്ട് കീപ്പ് ചെയ്യണം. മറ്റൊന്ന് ചെയ്യാനുള്ളത് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, നമുക്ക് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് എടുത്ത് വായിച്ച് നോക്കണം. അതിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം ഒരു അരമണിക്കൂറിലൊക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കണം. എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം ഒരു പ്രീവിയസ് എങ്കിലും വായിച്ച് നോക്കുക. മറ്റൊരു മോഡൽ എക്സാം നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തുകളുണ്ട്, നമ്മുടെ ലേണിംഗ് ആപ്പിനകത്തുണ്ട്, നമ്മുടെ ടെസ്റ്റുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു ഫുൾ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണം. അതിന് നമ്മളത് OMRലൊന്നും വേണ്ട, എത്രയും പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ഒരു ഡേറ്റ നോക്കി അന്ന് അനലൈസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു ദിവസം 81 ചാപ്റ്ററുകളിലൂടെ 3 പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ കടന്നുപോയി അല്ലേ. നമ്മുടെ മനസ്സ് ഈ ചാപ്റ്ററുകളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി. മിച്ച സമയത്ത്
നമുക്ക് വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ കാണും. ഏതെങ്കിലും സബ്ജക്റ്റുകളെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ നമ്മൾ NCERT ടെസ്റ്റൊക്കെ നമുക്ക് വായിക്കാനുണ്ടാവും, ചിലപ്പോൾ മിസ്സിങ്ങുകളുണ്ടാവും, ബാക്ക്ലോഗ്സ് ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ബാക്കിയുള്ള സമയങ്ങൾ ഉപയോഗിക്കണം. അപ്പം നമ്മുടെ പഠിത്തത്തിനെ പരിശീലനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ലെവലിലോട്ട് മാറ്റുകയും കൂടെ ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സ് എന്താണ്, നമ്മുടെ +2 മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കിട്ടിയിരുന്ന മാർക്ക് എത്രയാണെന്നുള്ളതിനൊക്കെ അപ്പുറത്ത് വളരെ ജെനുവിനായിട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് മെയ് 4-ാം തീയതിയിലത്തെ പെർഫോം എന്തായിരിക്കണം, ആ മാർക്ക് എത്രയായിരിക്കണം, അതിലോട്ടുള്ളൊരു നല്ല സുഗമമായിട്ടുള്ള യാത്ര ഈ ഒരു 50 ദിവസം വളരെ പ്രാധാന്യമുണ്ട്. അതിൽ നമുക്ക് ക്വസ്റ്റ്യനുകളെ ഇമാജിൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ വായിച്ചു, ബ്രില്യൻ്റ് മോഡലുകൾ വായിച്ചു, അപ്പോൾ ഇനി നമ്മൾ തന്നെ ആയിരിക്കണം മെയ് 4-ലെ ക്വസ്റ്റ്യൻ തയ്യാറാക്കേണ്ടത്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും മെയ് 4-ാം തീയതി തയ്യാറാക്കുക? നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരിക്കണം, എല്ലാ ചാപ്റ്ററുകൾക്കും തുല്യ പ്രാധാന്യം വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അത് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. നമ്മളായിരിക്കണം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് നമുക്ക് മനസ്സിലിട്ടത് കറക്റ്റ് ആക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവൊക്കെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മെയ് 4-ാം തീയതി ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആ എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ കഴിയേണ്ടത്. അതല്ലാതെ നമ്മൾ ആ എക്സാം ഹാളിൽ ചെല്ലുമ്പം നമ്മുടെ ആധാർ കാർഡ് നോക്കുവോ, നമ്മുടെ ബയോമെട്രി നോക്കുവോ, ഇനി OMR തരാനായിട്ട് 1 മിനിറ്റ് താമസിച്ചു പോകുമോ, അങ്ങനെ ഒന്നുമില്ല. അവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഒരു മോഡൽ എക്സാം ബ്രില്യൻറ്റിൽ എഴുതുന്നത് പോലെ തന്നെ അവിടെ ചെല്ലുന്നു, നമ്മുടെ അഡ്മിറ്റ് കാർഡ് നോക്കുന്നു, നമ്മളുടെ ആധാർ നോക്കുന്നു, നമ്മളുടെ ബയോമെട്രിക് എടുക്കുന്നു, നമ്മളുടെ ഐറിസ് ഫോട്ടോ എടുക്കുന്നു, എക്സാം റൂമിൽ ചെന്നിരിക്കുന്നു. എക്സാം ഇൻവിജിലേറ്റർ 1:30 ആകുമ്പം വരുന്നു, അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. 1:45 ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് നമുക്ക് തരുന്നു, പേന തരുന്നു, പേന അവിടെ നിന്നാണ് തരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 1:50 ആകുമ്പോൾ എടുക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാം മാർക്ക് ചെയ്യുന്നു. 1:55 നമുക്ക് OMRൽ നമ്മളെല്ലാം പൂരിപ്പിക്കുന്നു. 2 മണിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തുടങ്ങുന്നു, കൃത്യമായിട്ട് 3 മണിക്കൂർ. അപ്പോൾ അത് അവിടെ അതിനെക്കുറിച്ചേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്ലൈ ചെയ്തതിനകത്ത് കൊടുത്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും അവിടെ വെരിഫൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്ത സമയത്തെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അഡ്രസ് പ്രൂഫോ അതൊന്നും അവിടെ വെരിഫൈ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ പോകുന്നു, പരീക്ഷ എഴുതുന്നു, തിരിച്ചു പോരുന്നു. ഇനി 1 മിനിറ്റ് താമസിച്ച് പോയി ഇത് തരാനായിട്ട് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ എപ്പോൾ ഇത് കിട്ടുന്നോ ആ OMRൽ എത്രത്തോളം നമുക്ക് നന്നായിട്ട് കൃത്യമായിട്ട് അവിടെ ആ OMRൽ ബബിൾ ചെയ്യാൻ സാധിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ നീറ്റിൻ്റെ നിങ്ങളുടെ സാധ്യതകളെ സൃഷ്ടിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് തികച്ചും ബോധവാനായിട്ട് ഏറ്റവും നല്ല ഡീസൻ്റായിട്ട് നല്ല ഡ്രസ്സിട്ട് നല്ല രീതിയിൽ, ഇപ്പം ഷൂസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സാധാരണ ചപ്പല ഇടാൻ പറ്റുള്ളൂ, ഷൂസ് ഇടാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ചപ്പലിട്ട് സാധാരണ ഒരാൾ പോയി പരീക്ഷ എഴുതുന്ന പോലെ പോയിട്ട് തിരിച്ചു വരാനുള്ള നമ്മളുടെ ഒരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ബാക്കി മെയ് 4-ാം തീയതിക്ക് ശേഷം നമ്മളുടെ സാധ്യതകളെല്ലാം കൂടെ നോക്കിയിട്ട് നമ്മളുടെ കുടുംബത്തിൻ്റെ വരുമാനമെല്ലാം നോക്കിയിട്ട് നമുക്കും ആ കോഴ്സ് കൊണ്ട് ഉപകാരം ഉണ്ടാകണം, നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് ഉപകാരം ഉണ്ടാകണം. ആ രീതിയിലുള്ള ധാരാളം പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ ഇന്നതാണ് എടുക്കുന്നതെന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കണം. ഞാൻ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത്. സമൂഹത്തിന് നല്ല പൗരന്മാരായിട്ട് വളരാനുള്ള ഒരു ആർജവമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്, ആ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ വരുന്ന 50 ദിവസങ്ങൾ. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ മുൻപിലുള്ളത് 50 ദിവസങ്ങളാണെന്ന് ശിവൻ സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെല്ലാവരും വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ശിവൻ സാർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കീമോക്കെയായി ബന്ധപ്പെട്ട ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുമെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിനുണ്ട്. തീർച്ചയായിട്ടും 2025 നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കേരളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നത്, കാരണം ഇതൊരു ടോട്ടൽ പാക്കേജാണ്. അതായത് നീറ്റ് 2025 ഏറ്റവും കൃത്യമായിട്ടൊരു വിദ്യാർത്ഥിക്ക് എങ്ങനെ എത്താൻ സാധിക്കും, അതുപോലെ തന്നെ എഴുതാൻ സാധിക്കും, എക്സാമിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശിവൻ സാർ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.